നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നു. RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുക്കുന്നത്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് MR അജിത്തിന്റെ മൊഴി എടുക്കുന്നത്. DGP ഷെയ്ഖ് ദർബേഷ് സാഹിബാണ് അജിത് കുമാറിന്റെ മൊഴി എടുക്കുന്നത്. പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുപ്പ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ സ്വകാര്യ കമ്പനിക്ക് 3.20 കോടി രൂപ അനുവദിച്ച് സർക്കാർ. ഓണം കഴിഞ്ഞതോടെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ ട്രഷറി നിയന്ത്രണം നിലനിൽക്കുമ്പോഴാണ് ഈ പണം അനുവദിച്ചത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്ന മലയാളിയായ റിൻസൺ ജോസിനെതിരെ സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ച് നോർവേ പോലീസ്. അന്താരാഷ്ട്ര തലത്തിലാണ് സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചതായും അന്വേഷണം ആരംഭിച്ചതായും ക്രിമിനൽ അന്വേഷണ വിഭാഗമായ ക്രീപ്പോസ് സ്ഥിരീകരിച്ചു. കാണാനില്ലെന്ന റിൻസൺ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ വെളിപ്പെടുത്തലിലാണ് സെർച്ച് വാറന്റ് എന്നാണ് വിവരം. ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അനുമതിയില്ലാത്ത ഉപഗ്രഹ ഫോണുമായി എത്തിയ വിദേശ പൗരൻ പിടിയിൽ. ഓസ്ട്രേലിയൻ പൗരനായ ബെല്ലിംഗ് ക്രിസ്റ്റഫറാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സുരക്ഷാ സേനയായ CISFന്റെ പിടിയിലായത്. ഹാൻഡ് ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഉപഗ്രഹ ഫോൺ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിലെ രൂക്ഷമായ തർക്കത്തിലും അഭിപ്രായ വ്യത്യാസത്തിലും ഒറ്റപ്പെട്ട് പ്രസിഡന്റ് PT ഉഷ. കഴിഞ്ഞ ദിവസം നടന്ന നിർവാഹക സമിതി യോഗത്തിലും ഉഷയും മറ്റ് അംഗങ്ങളും തമ്മിൽ വാഗ്വാദമുണ്ടായി. പാരീസ് ഒളിമ്പിക്സിനു ശേഷം ചേർന്ന ആദ്യ യോഗമായിരുന്നു ഇത്. വമ്പൻ ശമ്പളത്തിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി രഘുറാം അയ്യരെ നിയമിച്ചതോടെയാണ് ഉഷയും സഹഭാരവാഹികളും നിർവാഹക സമിതി അംഗങ്ങളും തമ്മിലെ ഭിന്നത മറനീക്കിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ച് ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ. സത്യസന്ധനും ധീരനുമായ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പങ്കെടുക്കെ സംസാരിക്കവെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഒരു വിഭാഗം ജനങ്ങൾക്ക് തന്നോടുണ്ടായിരുന്ന അനാദരവ് മാറ്റിയെടുക്കാൻ തന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾ വഴി രാഹുലിന് കഴിഞ്ഞതായി സെയ്ഫ് അലി ഖാൻ ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ താൽക്കാലിക കോഡ് ലഭിച്ചിരുന്നു. തുടർ പരിശോധനയ്ക്കു ശേഷമാണ് ഇപ്പോൾ സ്ഥിരം കോഡ് ലഭിച്ചത്. തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശിയായ +2 വിദ്യാർത്ഥിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നിലവിൽ വിദ്യാർത്ഥി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഓഗസ്റ്റ് വരെയുള്ള തുക 2 ആഴ്ചയ്ക്കകം പൂർണ്ണമായും വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. ഇല്ലെങ്കിൽ ഹർജി വീണ്ടും പരിഗണിക്കുന്ന ഒക്ടോബർ 14-ന് പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് ഹാജരാകണം. പദ്ധതി നടപ്പാക്കാൻ പ്രധാന അധ്യാപകൻ കയ്യിൽ നിന്ന് പണം ചെലവഴിക്കേണ്ടി വരുന്നെന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി KPSTA അടക്കം നൽകിയ ഹർജികളിലാണ് ജസ്റ്റിസ് MA സിയാദ് റഹ്മാന്റെ നിർദ്ദേശം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ വേദിയിലിരുത്തി കത്തോലിക്ക സഭയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് ബെൽജിയം പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡി ക്രൂ. കുട്ടികളോടുള്ള പുരോഹിതരുടെ ലൈംഗിക പീഡനങ്ങൾക്കെതിരെ പറഞ്ഞാൽ പോരെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബെൽജിയത്തിലെ ലീക്കൻ കൊട്ടാരത്തിൽ നൽകിയ സ്വീകരണ ചടങ്ങിലായിരുന്നു വിമർശനം. പ്രിൻസിപ്പലിന്റെ സർക്കുലർ ലംഘിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാത്ത് ലാബ് കോംപ്ലക്സിനുള്ളിൽ കാർഡിയോളജി വിഭാഗത്തിന്റെ ഓണാഘോഷം. ഓണസദ്യക്ക് പിന്നാലെ ഡോക്ടർമാരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും അരങ്ങേറി.
സംഭവം പുറത്തായതോടെ പ്രിൻസിപ്പൽ ഡോക്ടർ ലീനറ്റ് മോറിസ് അടിയന്തിരമായി പരിപാടി നിർത്തിവെക്കാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. ബിയർ കുപ്പി ഉപയോഗിച്ച് ഭാര്യയുടെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കാപ്പ കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. കരിമഠം സ്വദേശിയായ ഹാജ എന്ന അജിയാണ് ഫോർട്ട് പോലീസിന്റെ പിടിയിലായത്. കാപ്പ കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതായിരുന്നു. 24-ന് അജിയുടെ ഭാര്യ താമസിക്കുന്ന യമുന നഗറിൽ വെച്ച് ബിയർ കുപ്പി ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്ന് ഫോർട്ട് SHO ശിവകുമാർ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് എതിർവശത്തുള്ള BSNL ഓഫീസ് വളപ്പിൽ കൂട്ടിയിട്ട് കത്തിച്ച ചവർക്കൂനയിൽ നിന്ന് തീ പടർന്ന് ഹോട്ടലുകൾക്കും ആശുപത്രികൾക്കും ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിലും വൻ തീപിടുത്തം. വില കൂടിയ ഉപകരണങ്ങൾ അടക്കം കത്ത് നശിച്ച് 2 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഷെരീഫ് ഖാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെയർ ഫോർ അസോസിയേറ്റ് എന്ന സ്ഥാപനത്തിൽ ഇന്നലെ രാവിലെ 10ഓടെയാണ് അപകടമുണ്ടായത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.